ഉണ്ണികൃഷ്ണൻ പോയിട്ട് ശബരിമലയിൽ ഒന്ന് ചെന്ന് നോക്കി ഇതൊക്കെ കണ്ട അയ്യോ ഇതൊക്കെ പൂ പിടിച്ച് കിടക്കുകയാണല്ലോ, ഇതൊക്കെ ഞാനൊന്ന് നന്നാക്കട്ടെ എന്നും പറഞ്ഞ് ഒരു അപേക്ഷ അപ്പം തന്നെ എഴുതി ഒരു വെള്ളക്കടലാസിൽ കൊടുത്തപ്പോൾ മുരാരി ബാബു അപ്പം തന്നെ അത് ശുപാർശ കത്ത് കൊടുക്കുന്നു. ഇതാരടാ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ക്ഷേത്ര മുറ്റത്ത് പണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശാഖകൾ ഉണ്ടാവുകയായിരുന്നു. ഇതൊരു സൈലന്റ് വാച്ചറാണ്. അപ്പോൾ എന്തുകൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് മാത്രം ഇത്തരത്തിലൊരു ദേവസ്വം സംവിധാനം അതും സർക്കാരിന്റെ ഇടപെടലോടുകൂടി വന്നു എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മുസ്ലിം ദേവാലയങ്ങളെ കുറിച്ചിട്ട് അവർ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? എല്ലാം ഉള്ള ദേവന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ നമുക്കുള്ളതാണ്. കാരണം ദേവന്റെ സ്വത്തുക്കളാണ് പരിപാവനമായ. ഒന്നും രണ്ടും പവനൊന്നുമല്ല, എത്രയോ പവന്റെ സ്വർണ്ണമുണ്ട്, അല്ലെങ്കിൽ എത്രയോ കിലോ കണക്കിന് സ്വർണ്ണങ്ങളുണ്ട്. അയ്യപ്പന് വേണ്ടി അയ്യപ്പന്റെ ഭക്തർ സമർപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഇവരാരുടെയും വീട്ടിൽ ആസൂത്രിതമായ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൂട്ടിംഗ് ആണ് ശബരിമലയടക്കം കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ഇരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ യോഗ്യത എന്താണ്? പാർട്ടിയോട് സ്നേഹം വേണം എന്നുള്ളതാണ്. എന്തായിരുന്നു വാസുവിന്റെ യോഗ്യത? ഇപ്പൊ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ പറയുന്ന മുതൽ കട്ടെടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.